ഇപ്പോൾ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നതാണ്. വാഹനത്തിന് ഓടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ നിയമപരമായിട്ടുള്ള പല വശങ്ങളും ഉണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഇപ്പം ഇടിച്ചു, അത് വാഹനം അപകടത്തിലായി, 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കേസുകളാണ് എറൈസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള കേസുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് സിവിൽ കേസും ഒന്ന് ക്രിമിനൽ കേസുമാണ്. അതിനകത്ത് ക്രിമിനൽ കേസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ക്രിമിനൽ കേസിലാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വരും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അവസാനം അത് കേസ് ക്രിമിനൽ കോടതിയിലാണത് ഫയൽ ചെയ്യുന്നത്. അതിനകത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം ഏതെങ്കിലും ആൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനകത്ത് പാർട്ടി മരിച്ചില്ല എന്നുണ്ടെങ്കിൽ, വാഹന അപകട സമയത്ത് പാർട്ടി മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഫൈൻ അടച്ച് അതെന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കേസ് കോമ്പൻസേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാർട്ടി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയേ പറ്റും. അത് ക്രിമിനൽ കോടതി വഴിയാണ് അത് കേസ്. അതാണ് ക്രിമിനൽ കേസ്, പോലീസ് എടുക്കുന്ന കേസാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സിവിൽ കേസാണ്. സിവിൽ കേസ് എന്ന് പറയുന്നത് MACT കോടതിയാണ്. MACT കോടതിയിലാണ് ഈ സിവിൽ കേസ് ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല ക്രിമിനൽ കേസിൽ 5 വർഷം തൊട്ട് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ് ക്രിമിനൽ കേസ് വഴി അതിനകത്ത് റേസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സിവിൽ കേസിലാണെങ്കിൽ MACT വഴിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതിനകത്ത് വണ്ടിക്ക് പ്രോപ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ക്രിമിനൽ കോടതിയിൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നോട്ടീസോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോയിരിക്കണം. അതുപോലെ തന്നെ സിവിൽ കോടതിയിലും അതുപോലെ തന്നെയാണ്. ഈ പേപ്പർ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആണ്, ഇൻഷുറൻസ് എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആണല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും പോകാതിരിക്കരുത്. കോടതിയിൽ നിന്നുള്ള ഏതൊരു പേപ്പർ വന്നാലും ഉടനെ തന്നെ അവിടെ ഒരു ഇൻറ്റിമേഷൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഇക്കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക.